എല്ലാവർക്കും ഫ്രഷ് ചില്ലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാളിയുടെ ഇഷ്ടഭക്ഷണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മുളകിട്ട മീൻ കറി ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനായി 1 കിലോ കലാഞ്ചി മീൻ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വളരെ രുചിയുള്ള സോഫ്റ്റ് ആയ മീൻ ആണ് കലാഞ്ചി. മീൻ കറിയിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു മുഴുവൻ വെളുത്തുള്ളി തൊലികളഞ്ഞ ശേഷം തീരെ ചെറുതായി അരിഞ്ഞത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി 15 മുതൽ 20 എണ്ണം വരെ. 4 അല്ലി കുടംപുളിയിൽ 1 ടീസ്പൂൺ ഉപ്പിട്ട ശേഷം ചൂടുവെള്ളം ഒഴിച്ചു മാറ്റി വയ്ക്കുക. മീൻകറി പാകം ചെയ്യുന്നതിനായി ഒരു മൺചട്ടിയോ അടിവശം കട്ടിയുള്ളതോ ആയ ഒരു പാത്രം സ്റ്റവിൽ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവയും ഇട്ട് 5 സെക്കൻഡിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായി ഇളക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴേക്കും അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഈ ചേരുവകളുടെ പച്ചമണം മാറി ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയത്തെല്ലാം സ്റ്റവിന്റെ തീ ലോ ടു മീഡിയത്തിൽ വയ്ക്കാൻ മറക്കരുത്. പൊടിയുടെ പച്ചമണം മാറി നിറം മാറി വരുമ്പോൾ പുളിയിട്ട് വച്ചിരിക്കുന്ന വെള്ളം പൊടികളിലേക്ക് ഒഴിച്ചെടുക്കുക. ഈ മസാലക്കൂട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത ശേഷം നന്നായി ഇളക്കി തിളക്കുന്നവരെ അടച്ചു വയ്ക്കുക. ഈ സമയം സ്റ്റവിന്റെ തീ ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കാവുന്നതാണ്. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ആക്കിയത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഗ്രേവിയിൽ മുങ്ങി കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് 10 മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, മീൻ വെന്തു വരുമ്പോൾ ഒരിക്കലും തവിയോ സ്പൂണോ ഇട്ട് ഇളക്കുന്നത് മീൻ പൊടിഞ്ഞു പോകുന്നതിന് കാരണമാകും. മീൻ നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി അടച്ചുവെച്ച് വേവിക്കാം. മീൻ കറി നല്ല പോലെ തിളച്ചു വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം 2 പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ചുറ്റിച്ച ശേഷം അടച്ചുവെക്കാം. അങ്ങനെ നമ്മുടെ മുളകിട്ട നാടൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. കറിയിൽ എരിവ് കൂടുതലാണെങ്കിൽ ഒരു പഴുത്ത തക്കാളി മീൻ ഗ്രേവിയിൽ ഇടുന്നതിനു മുൻപ് ചേർത്താൽ എരിവ് ഒരു പരിധിവരെ ബാലൻസ് ചെയ്യുന്നതിനൊപ്പം രുചിയും കൂടും. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുമല്ലോ.